ഗോവൻ തീരത്ത് നാവികസേനയുടെ അന്തർവാഹിനി ഇടിച്ചുണ്ടായ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ നാട്ടിൽ തിരിച്ചെത്തി. മുനമ്പത്ത് നിന്ന് പോയ ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളാണ് തിരികെ എത്തിയത്. ബോട്ടിന്റെ അടിഭാഗത്ത് അന്തർവാഹിനി വന്ന് ഇടിക്കുകയായിരുന്നുവെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. രേഷ്മ ബാബുവിന്റെ റിപ്പോർട്ടിലേക്ക്. ഈ മാസം 21-നാണ് ഗോവൻ തീരത്ത് വെച്ച് നാവികസേനയുടെ അന്തർവാഹിനിയുമായിട്ട് കൂട്ടിയിടിച്ച് മുനമ്പത്ത് നിന്ന് പോയ മത്സ്യബന്ധന ബോട്ടിന് അപകടം പറ്റിയത്. മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് കൂട്ടിയിടിച്ചതല്ല, മറിച്ച് ഈ ബോട്ടിനടിയിൽ നിന്ന് അന്തർവാഹിനി ഉയർന്നു വരികയാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിട്ടുള്ളത്. മുനമ്പത്ത് നിന്ന് പോയ 13 പേരിൽ 9 പേർ നിലവിൽ മുനമ്പത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. 13 പേരാണ് പോയത്. അതിൽ 11 പേരെ നാവികസേനയ്ക്ക് രക്ഷപ്പെടുത്താനായി 2 പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഉണ്ടായതെന്ന്. എന്തായിരുന്നു സംഭവിച്ചത്? ഞാൻ 21-ാം തീയതി ആങ്കറിലിരുന്നായിരുന്നു. ആ സമയത്ത് ഒരു താളന്ന് ഒരു ഇടിയിടിച്ച ഒരു സൗണ്ട്. അപ്പോൾ കപ്പൽ വന്ന് ഞങ്ങളെ ഇടിച്ചിടിച്ച് പൊങ്ങി വന്നപ്പോൾ ഞങ്ങളുടെ ബോട്ട് പലറ്റിയടിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ പോയപ്പോൾ ഞങ്ങൾ 5 ആളെ അവർ കയറിട്ട് കെട്ടിവലിച്ച് കയറ്റി. പിന്നെ പായ്ക്കുള്ള ആൾ എന്താണ് അറിയാൻ പാടില്ല. കുറേ സമയം കഴിഞ്ഞ് അവർ തന്നെ പറയുന്നത് 6 ആൾ ഒരു ബോട്ടിൽ ഇരിപ്പുണ്ടെന്ന്. അങ്ങനെ മിലിറ്ററി കപ്പലുകാർ ആ ബോട്ടുകാർ വിളിച്ച് അവർ 6 പേരെ കയറ്റി അവർ വന്ന് പറയുന്നത് ഈ 5 ആൾ അങ്ങോട്ട് പോകാനാണ് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ അവിടെ പോവാം. പിന്നെ അവിടെ നിന്ന് ഒരു ചെറിയ ബോട്ടിട്ട് ഞങ്ങൾ 5 പേരെയും കയറ്റി കൊണ്ടുപോയി. ഞങ്ങൾ 11 ആൾ അവിടെ ഉണ്ടായിരുന്നു. 2 ആൾ എവിടെ പോയാണ് അറിയില്ല. ഇതുവരെ മിസ്സിങ്. ഇത് തിരക്കൊണ്ടിരുന്നു, കിട്ടിയില്ല. 9 പേര് തിരിച്ചെത്തിയിട്ടുണ്ട്. ഞങ്ങൾ 9 പേരല്ലേ, 11 ആൾ തിരിച്ച് കിട്ടി. 2 ആൾ ഇപ്പോൾ ഗോവയിൽ ഇരിപ്പുണ്ട് അവിടെ. ഇപ്പം ഞങ്ങൾ 9 ആൾ മുനമ്പത്ത് എത്തി. സേന ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. അവിടെ കപ്പലിൽ തന്നെ ഞങ്ങളെല്ലാം സൗകര്യം ചെയ്തു തന്നു. ഈ ബോട്ടിന്റെ ഉടമ മാർത്തോമ എന്ന് പറയുന്ന പേരുള്ള മത്സ്യബന്ധന ബോട്ടാണ്. ബോട്ടിന്റെ ഉടമ ആൽബി കൂടി ചേരുന്നു. ഇതിനെക്കുറിച്ച് എന്താണ് വ്യക്തമായിട്ടുള്ളത്, മനസ്സിലാക്കാൻ സാധിച്ചത് എങ്ങനെ? ഗോവയിൽ നിന്ന് ഒരു നേവി മലയാളി ഓഫീസറാണ് നമ്മൾ വിളിച്ചിട്ട് നിങ്ങളുടെ ബോട്ട് ഇങ്ങനെ മാർത്തോമ ബോട്ട് ഇങ്ങനെ കപ്പൽ മുട്ടിയിട്ടുണ്ട്, 11 പണിക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഞാൻ അവരോട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ അവരോട് എത്തുമ്പോൾ നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ അറിയണം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്, 7:30 മണിക്ക് പിറ്റേ ദിവസം 5:45 നമ്മൾ അറിയണം. ഉടനടി തന്നെ നാവികസേനയുടെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടാകുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതോടുകൂടി 11 പേരെ കണ്ടെത്താനായി 2 പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. 6 ചെറു കപ്പലുകളും 1 എയർക്രാഫ്റ്റുമാണ് ഈ ദൗത്യത്തിന് വേണ്ടിയിട്ട് നാവികസേന ഉപയോഗിച്ചിരുന്നത്. എന്തായാലും നാവികസേനയുടെ നേതൃത്വത്തിൽ നിലവിൽ ഈ സംഭവം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ട്. ക്യാമറാമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം രേഷ്മ ബാബു, ജനം, കൊച്ചി.